ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് അരൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിങ് ഏഞ്ചൽ മെസ്സേജസ് ആണ്. ഓക്കെ, ക്വിക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അറ്റ് പ്രസൻറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും നിങ്ങളുടെ സിറ്റുവേഷന് എന്താണോ ഇപ്പോൾ തരാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്ന് നോക്കാം. ഓക്കെ, സോ പോസിറ്റീവായിട്ടിരിക്കുക. ഇന്നിവിടെ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 എനർജി, പൈൽ നമ്പർ 2 ടൈം. ഓക്കെ, പൈൽ നമ്പർ 1 എനർജി, പൈൽ നമ്പർ 2 ടൈം എന്ന് പറയുന്നൊരു കാർഡാണ്. സോ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റ് ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈൽ എനർജി ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ഫസ്റ്റ് പൈൽ ഇവിടെ ആദ്യം തന്നെ എനർജി എന്ന് പറയുന്നൊരു കാർഡായിരുന്നു. അതിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ട്രൈങ് ടു പ്ലീസ് എവ്രി വൺ ഈസ് എ വോർ, ലോട്ട് ഓഫ് പീപ്പിൾ പ്രൊട്ടക്റ്റ് യുവർ എനർജി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഓഫ് കോഴ്സ് നിങ്ങൾ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നവരായിരിക്കാം. ആവശ്യമില്ലാതെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കാം ലൈഫിനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ഇഷ്യൂ അതിനെ പറ്റിയിട്ട് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വേറെ ഓരോ കാര്യത്തിൻ്റെ പുറകെ പോകുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. സോ അതൊന്നും മാറ്റേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റോപ്പ് ട്രൈങ് ടു പ്ലീസ് എവ്രി വൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ ടോക്സിക് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് നല്ലതാണ്. നേരത്തെ ഞാൻ റീഡിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെ ടോക്സിക് റിലേഷൻഷിപ്സ് ഒക്കെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട്. സോ ആരെയും ഒരുപാട് ഡിപ്പെൻഡ് ചെയ്ത് ആ ഒരു പേഴ്സണിൽ ഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളുടെ എനർജി വേറൊരാളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ഫസ്റ്റിൽ തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. പേജ് ഓഫ് പെൻഡിക്കിൾ വന്നിട്ടുണ്ട്, ഏസ് ഓഫ് കപ്പ്, 2 ഓഫ് സോഡ്, കിങ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്, ടെംപറൻസ്, 4 ഓഫ് വാൺസ്, ദ ഹാങ്ഡ് മാൻ കിട്ടിയിട്ടുണ്ട്, 9 ഓഫ് കപ്പ്, ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് ദ ഡെവിൾ കാർഡാണ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ക്യാഷ് വൈസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറുന്നതായിട്ടും, അതേപോലെ തന്നെ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എഫക്ട്സ് ഉണ്ടെങ്കിൽ അത് മാറുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ 2 കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിൽക്കുന്നത്. എന്തെങ്കിലും ഡിസിഷൻ എടുക്കാനായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും. ഇപ്പോൾ കുറച്ചൊരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കഴിയും. ഓക്കെ, അടുത്ത സമയത്തായിട്ട് തന്നെ നിങ്ങൾക്കൊരു ക്യാഷ് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. അത് കാരണം നിങ്ങൾക്കൊരു സന്തോഷവും മനസ്സമാധാനവും വന്നു ചേരുന്നതായിട്ടും കാണിക്കുന്നു. എന്തെങ്കിലും ബ്ലോക്കേജ്, ഞാൻ പറഞ്ഞതുപോലെ ബ്ലാക്ക് മാജിക്, കണ്ണീറോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റക്നെസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് മാറി കിട്ടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്റ്റക്നെസ് നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറുന്നു. അത് വലിയൊരു കാര്യം തന്നെയാണ്. അടുത്ത സമയത്തായിട്ട് തന്നെ മേ ബി 1 വീക്ക് അല്ലെങ്കിൽ 1 മന്തിൽ തന്നെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന വാർത്തകളൊക്കെ അറിയാൻ പറ്റും. ഒരു മാരേജ്, എൻഗേജ്മെൻറ്റ്, ബേബി ഷവർ, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടുക, ക്യാഷ് വേസ് എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അതിലൊരു മാറ്റം വരിക. അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അധികം ലേറ്റ് ആവാതെ തന്നെ. ഓക്കെ, ഞാൻ പെട്ടെന്ന് എന്തൊക്കെ നടക്കും എന്നതായിരുന്നു ഫുള്ളായിട്ട് എൻ്റെ മൈൻഡിൽ. അത് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളതും. സോ ഒരു ബ്ലോക്കേജ് മാറി കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആർക്കെങ്കിലും ഈ ഒരു ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരിലുണ്ടെങ്കിൽ അത് മാറ്റുക. മാക്സിമം ബിസി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് പിന്നെ ഇവിടെ മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് ഒരു വസ്തുവോ വീടോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് ഉടനെ തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. കുറേ നാളായിട്ടുള്ള നിങ്ങളുടെ 2 ആഗ്രഹങ്ങൾ നടക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. കൂടുതൽ പേർക്കും ഒന്നിലധികം ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ജോബിനൊക്കെ നല്ലൊരു സമയമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഉയർച്ച കാര്യങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു
ചിലരുടെ കേസിലൊരു ടോക്സിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. ടോക്സിക് റിലേഷൻഷിപ്പ് ഈ ഒരു ഫസ്റ്റ് പൈൽ കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതെങ്ങനെയെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ നേരത്തെ റീഡിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ അല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ, നിങ്ങൾ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടും സിറ്റുവേഷൻസ് ഒന്നും ഓക്കെ ആവുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ നിൽക്കാതിരിക്കുക. ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന, വർഷങ്ങളോളം വെയിറ്റ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങളുടെ സമയവും വേസ്റ്റ് ആകും അല്ലേ? സോ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതേപോലെ തന്നെ ടോക്സിക് കണക്ഷൻസും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ. സോ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണോ ജീവിതത്തിൽ, അതാണ് യൂണിവേഴ്സായിട്ട് കൊണ്ടുതരുന്നത്. നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട. മാനിഫെസ്റ്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, അഫർമേഷൻസ് യൂസ് ചെയ്യാം, ഫുൾ മൂൺ ഡേയിൽ മാനിഫെസ്റ്റ് ചെയ്യാം, സ്പെൽസൊക്കെ യൂസ് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഒരു മാസം ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നൊരു മാസം തന്നെയായിരിക്കും. ജൂലൈ മന്ത് റീഡിങ് ഞാൻ അധികം ഡിലേ ഇല്ലാതെ തന്നെ ഇടാം. ഓക്കെ, ഉടനെ തന്നെ അതും ഞാൻ ചെയ്യുന്നതായിരിക്കും. ജൂലൈ മന്ത് എന്താകും എന്നുള്ളതിനെ പറ്റിയിട്ട് ഈ ഒരു പൈൽ ഫുള്ളായിട്ട് ഷഫിൾ ചെയ്ത സമയം മുതലേ ആ ഒരു നെഗറ്റിവിറ്റി മാറി കിട്ടുന്ന ഒരു ബ്ലോക്കേജ് എന്തായിരുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റക്നെസ് വരുത്തിയിട്ടുണ്ടായിരുന്നത്, അതിപ്പോൾ ബ്ലാക്ക് മാജിക് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അതിലൊരു മാറ്റം വരുന്നു. ആ ഒരു സ്റ്റക്നെസ്, ആ ഒരു ബ്ലോക്കേജ് മാറുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് വിചാരിച്ചാലും അത് പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിലും നല്ലതായിട്ട് തന്നെ മുന്നോട്ടേക്ക് നടക്കും. ഇത്രയും നാളും കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും കിട്ടാതെ പോയൊരു സിറ്റുവേഷൻ പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതിനാണൊരു മാറ്റം വരുന്നത്. ആൻഡ് അതേപോലെ നിങ്ങളുടെ ഒന്നിലധികം ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാകുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട്. ഓക്കെ, കൂടുതൽ പേർക്കും ക്യാഷ് റിലേറ്റഡ്, ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനോ എടുക്കാനോ അങ്ങനെ, അല്ലെങ്കിൽ ക്യാഷ് റിലേറ്റഡ് എന്തെങ്കിലും വീടോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനോ വസ്തു വാങ്ങിക്കാനോ, ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അത് പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒരു ജോബ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ളൊരു ചാൻസ് ഈ ഒരു 1 മന്തിലുണ്ട്. സോ മാക്സിമം ട്രൈ ചെയ്തോളൂ. ഓക്കെ, എബ്രോഡൊക്കെ പോകാൻ നിൽക്കുന്നവരാണെങ്കിലും പോസിറ്റീവായിട്ട് തന്നെ ജോബ് റിലേറ്റഡ്, ക്യാഷ് റിലേറ്റഡ് ഒരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിയും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ടൈം എന്ന് പറയുന്നൊരു കാർഡായിരുന്നു നമ്മൾ ചൂസ് ചെയ്യാനായി വെച്ചിട്ടുണ്ടായിരുന്നത്. ടൈം സ്പെൻഡ് വെറിങ് ഈസ് ടൈം സ്പെൻഡ്, സത്യമാണ്. സോ നമ്മൾക്ക് ബാക്കി ഏതൊക്കെ കാർഡ്സ് ആണെന്ന് നോക്കാം. നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ മാറ്റുക. ഓക്കെ, ആവശ്യമില്ലാത്ത കാര്യത്തിൻ്റെ ഒന്നും പുറകെ പോകാതിരിക്കുക. ഏകദേശം 2 കാർഡിലും ഫസ്റ്റ് പൈൽ എനർജി എന്ന് പറയുന്നൊരു കാർഡായിരുന്നു. സോ 2 കാർഡിലും ഏകദേശം സെയിം മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. മേ ബി ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കൂടുതലായിരിക്കാം. സോ അതൊന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിൻ്റെ പുറകെയൊക്കെ സമയം കളയാതിരിക്കുക. സമയം നമ്മൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല അല്ലേ? സോ ആവശ്യമില്ലാത്ത കാര്യത്തിൻ്റെ പുറകെ പോകാതിരിക്കുക, ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ മാറ്റുക. സോ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ദ ഹെർമിറ്റ് വന്നിട്ടുണ്ട്, 10 ഓഫ് ഫ്രൂട്ട്സ്, 5 ഓഫ് ഫ്രൂട്ട്സ്, കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, ജഡ്ജ്മെൻറ്റ്, 8 ഓഫ് കപ്പ്, ദ എംപറർ, 5 ഓഫ് പെൻറ്റിക്കിൾ, ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് 8 ഓഫ് സോഡ്സ് ആണ്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഉടനടി കിട്ടാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കായിരുന്ന ഒരു സിറ്റുവേഷൻ മാറാൻ പോകുന്നു. കുറേയും കൂടി നിങ്ങളുടെ ലൈഫിലൊരു സ്ട്രെങ്ത് വരാൻ പോകുന്നു. ഓക്കെ, പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു സ്ട്രെങ്ത് വരാൻ പോകുന്നു. ബാക്കി ആരെയും ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ തന്നെ ഇഷ്ടപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു വെയിറ്റിംഗ് എനർജി, ഡിലേ ഉണ്ടായിരുന്നു. എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഒരു തടസ്സം, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നീണ്ടു പോകുന്നൊരു സിറ്റുവേഷൻ. ഓക്കെ, എന്ത് കാര്യം ശ്രമിച്ചാലും അത് സമയത്ത് നടക്കാത്തൊരു അവസ്ഥ നിങ്ങളുടെ കാര്യത്തിലുണ്ട്. കൂടുതൽ ആൾക്കാരുടെയും കേസിൽ ജനറൽ റീഡിംഗ് ആണ്. എന്നാലും ആ ഒരു വെയിറ്റിംഗ് എനർജി മാറി കിട്ടാൻ പോകുന്നു. അറ്റ് പ്രസൻറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പൈലിൽ കൂടുതൽ പേരുടെയും കാര്യത്തിൽ ജഡ്ജ്മെൻ്റൽ സിറ്റുവേഷനിലാണ്. പല കാര്യത്തിൻ്റെയും ഒരു തീരുമാനം നിങ്ങൾക്ക് അറിയാനുണ്ട്. അധികം ലേറ്റ് ആവാതെ തന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിലൊരു തീരുമാനം അറിയാൻ പറ്റും. ഓക്കെ, സോ ഇപ്പോൾ ഒരു ജഡ്ജ്മെൻ്റൽ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്.
80% ആൾക്കാർക്കും അത് പോസിറ്റീവായിട്ട് തന്നെയാണ് വരുന്നത്. ബാക്കി ഒരു 20% റിലേഷൻഷിപ്പിന് അധികം ഒരു പോസിറ്റീവായിട്ട് ഇവിടെ കാണിക്കുന്നില്ല. റിലേഷൻഷിപ്പ് വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ടോക്സിക് ആണോ അല്ലേ എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. നേരത്തെ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെ റിലേഷൻഷിപ്പൊക്കെ ടോക്സിക് ആണോ അല്ലേ ട്വിൻ ഫ്ലെയിം ആണോ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റി ഞാൻ റീഡിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു 80% ആൾക്കാർക്കും അത് പോസിറ്റീവാണ്, ബാക്കി ഒരു 20% ആൾക്കാർക്കാണ് അതൊരു നെഗറ്റീവായിട്ട് വരുന്നത്. മേ ബി നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ നല്ലതല്ലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് യൂണിവേഴ്സായിട്ട് തന്നെ ആ ഒരു കണക്ഷൻ നിങ്ങളിൽ നിന്ന് മാറ്റുന്നത്. അല്ലാതെ ക്യാഷ് ബേസ് കാര്യങ്ങൾക്കും ഇവിടെ പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സോ ഉടനടി തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു തീരുമാനം, നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് മനസ്സിൽ, അതിൻ്റെ ഒരു തീരുമാനം, ഒരു ഫൈനൽ ഡിസിഷൻ, നിൽക്കണോ വേണ്ടേ എന്നുള്ളതിനെ പറ്റിയിട്ട് അറിയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കോമൻറ്റ് സെക്ഷനിൽ വെയിറ്റ് ചെയ്യണോ വേണ്ടേ, റിലേഷൻഷിപ്പിൽ വെയിറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടനെ തന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽ റീഡിങ് ചെയ്യാം. ഓക്കെ, അതേപോലെ നിങ്ങൾ ആരുടെടുത്തും വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർ ഒരു വാക്ക് തർക്കത്തിനോ പ്രശ്നങ്ങൾക്കോ പോകാതിരിക്കുക. പ്രത്യേകിച്ചും എന്തെങ്കിലും കോടതി ബേസ് ചെയ്തിട്ട് കേസോ കാര്യങ്ങളോ റിലേഷൻഷിപ്പ് ഉള്ളവരോ ഫാമിലി ഇഷ്യൂസ് നേരത്തെ ഉണ്ടായിട്ടുള്ളവരോ ആണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രശ്നത്തിനോ വാക്ക് തർക്കത്തിനോ ഒന്നും പോകാതിരിക്കുക. നിങ്ങളുടെ നാക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട സമയമാണ് വരുന്ന 5 ആഴ്ച. ഓക്കെ, 5 ആഴ്ച എന്ന് പറയുമ്പോൾ 1 മാസത്തിന് മുകളിലുണ്ട്. സോ നിങ്ങളുടെ നാക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. പറഞ്ഞു പോയ കാര്യങ്ങൾ തിരിച്ചെടുക്കാൻ പറ്റില്ല. ആൻഡ് ടൈം എന്ന് പറയുന്ന ഒരു കാർഡ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യത്തിൻ്റെ പുറകെ സമയവും വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്താണോ അതായിരിക്കും മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത്. എന്ത് ലൈഫിൽ നടന്നാലും നിങ്ങൾക്കത് നല്ലതല്ല. ഇപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ്, സെപ്പറേഷൻ, നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് നല്ലതല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കർമ്മ ബേസ് ചെയ്തിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നു, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നു, മാനിഫേസ്റ്റ് ചെയ്യുക, സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യുക. ഫുൾ മൂൺ ഡേയിൽ മാനിഫേസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഫസ്റ്റ് പൈലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം, സ്പെൽസ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാക്സിമം ബിസി ആയിട്ടിരിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് പൈലിൽ ഞാൻ സെയിം കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് ഓവർ തിങ്ക് ചെയ്യുക എന്നുള്ളത്. അത് പലർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യത്തെപ്പറ്റി കൂടുതലും റിലേഷൻഷിപ്പിലാണ് പേഴ്സൺ റീഡിങ് എടുക്കുന്ന സമയത്ത് പലരിടത്തും സംസാരിക്കുന്ന ടൈമിലും എനിക്കത് മനസ്സിലാവാറുണ്ട്. സോ മാക്സിമം നമ്മളെ ബിസിയാക്കി ഇരുത്തുക എന്നതാണ് അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. സോ നിങ്ങൾ കുറേയും കൂടി ഒന്ന് ബോൾഡ് ആവുന്നു, യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നു. ഇനിയെല്ലാം കുറേയും കൂടി ഫാസ്റ്റായിട്ട് ലൈഫിൽ നടക്കും. എന്താണോ ഫൈനൽ ഡിസിഷൻ അത് നിങ്ങൾക്കറിഞ്ഞ് ഒരു ഡിലേ ഇല്ലാതെ, ഇത്രയും നാളും ഒരു ഡിലേ ആയിരുന്നു, എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഒരു തടസ്സം എന്ന രീതിയിലായിരുന്നു. അത് മാറി ഇനിയെല്ലാം പെട്ടെന്ന് ക്വിക്കായിട്ട് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.